ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ചെറിയ മസാലക്കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ, ഒരു 2 പീസ് പട്ടയും 3 ഏലയ്ക്ക് 3 ഗ്രാമ്പും 1 ടീസ്പൂണോളം ചെറിയ ജീരകവും 1 ടീസ്പൂൺ വലിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 5-6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലി ചേർക്കുന്നുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം നന്നായിട്ട് ഒന്നങ്ങ് റോസ്റ്റാക്കി എടുക്കണം. ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഒന്നങ്ങ് റോസ്റ്റാക്കി എടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. അതുവരെ ഒന്ന് റോസ്റ്റാക്കി കൊടുത്താൽ മതി. അപ്പോഴേ ഇതുപോലെ ഫ്രഷ് ആയിട്ട് മസാലയൊക്കെ റെഡിയാക്കി ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴേ പ്രത്യേക ഒരു മണവും ഒരു രുചിയൊക്കെയാണ് കേട്ടോ. സ്ഥിരമായിട്ട് ഉണ്ടാക്കാൻ തോന്നും ഈ കറി. നല്ല ടേസ്റ്റാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ചട്ടി പോലും വെറുതെ വിടില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ദാണ്ട അത്യാവശ്യം നമ്മൾ സ്പൈസസിൻ്റെയൊക്കെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തണുത്ത് വന്നപ്പോഴേക്കും ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കണം. നന്നായിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അത്യാവശ്യം ഒരു വലിയ പാൻ തന്നെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം കുഞ്ഞുള്ളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തേക്കുന്ന കുഞ്ഞുള്ളി വളരെ കുഞ്ഞായതുകൊണ്ട് തന്നെ ഞാനൊരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ അങ്ങനെ തന്നെ ചേർക്കുകയാണ്, വലുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വലുതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അതായത് ഒരുപാട് നിറം മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് വെന്തൊന്ന് കുഴഞ്ഞ് കിട്ടണം. ആ പരുവം വരെ ഒന്ന് വഴറ്റാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുമ്പോഴേക്കുവേ നന്നായിട്ട് ഒന്ന് വഴണ്ട് കിട്ടും പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒന്ന് കുഴഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ചും കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇപ്പം ഒന്നായിട്ടുണ്ട്. ഈ ഒരു പരുവം വരെയാണ് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. അത് ഒരുപാട് നിറമൊന്നും മാറിയിട്ടില്ല, ഒന്ന് കുഴഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ്, അത് ചേർക്കാം. അത്യാവശ്യം ഒരു വലിയ പീസ് ഇഞ്ചിയും ഒരു 10-15ഓളം വെളുത്തുള്ളി അല്ലിയും പിന്നെ ഒരു 4-5 പച്ചമുളകും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ചതച്ചെടുത്തോ അല്ലെങ്കിൽ ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തോ ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ്. നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് ആ കറിക്ക് ആ തനതായ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അത്യാവശ്യം ചെറിയ തക്കാളി ആയതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലുതൊക്കെ ആണെങ്കിൽ ഒരു 3 ഒക്കെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തക്കാളിയുടെ പച്ചമണം മാറുന്നവരെയും തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരുന്നവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി എടുത്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് 1 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴഞ്ഞ് ഒരു പാകത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെയൊക്കെയാണ് ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് പൊടികളേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി കുറച്ചും കൂടെ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോഴേക്ക് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഒട്ടും തന്നെ വെള്ളത്തോടെ അല്ല, വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 കിലോയുടെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയായിട്ട് നന്നായിട്ട് ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ, നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഐറ്റം, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് ആ മസാലയായിട്ട് ചിക്കനും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഈ മസാല അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോഴേക്കും ഈ ചിക്കൻ്റെ കളർ തന്നെ അങ്ങ് മാറും കേട്ടോ. കളറ് ഒരു പ്രത്യേക നല്ല ഒരു കളറും നല്ലൊരു മണമൊക്കെ ഇങ്ങോട്ട് വന്നു തുടങ്ങും. കണ്ടോ, നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സിയുടെ ജാറുണ്ടല്ലോ, നമ്മൾ മസാല അരച്ച മിക്സിയുടെ ജാറ് കഴുകി വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം അത്രേ ചേർക്കുന്നുള്ളൂ. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് അതിൽ ചേർക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അവിടെ ഇരുന്നൊന്ന് അടച്ച് ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ദാണ്ട ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മല്ലിയിലയുടെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. ഇനി വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ അങ്ങ് വേവിച്ചെടുക്കാം. ഇനി ഒരു 5-6 മിനിറ്റും കൂടെ വെന്ത് വന്നാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ദാണ്ട നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല സെറ്റായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഒരു പ്രത്യേക കളറൊക്കെയാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഇപ്പോൾ ദാണ്ട നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. എന്തായാലും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ അങ്ങോട്ട് സെർവ് ചെയ്യാം. എന്താ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.